ഹലോ, വെൽക്കം ടു മനാർ അബുദാബി. ഇപ്പം ഞാനിന്ന് മനാർ അബുദാബി തന്നെ കുറേ സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട്. ഗൂഗിളിൽ നോക്കിയപ്പോൾ സാദിയത്ത് ഐലൻഡ് അതേപോലെ കോർണിഷ് ഭാഗങ്ങളെല്ലാം നടക്കുന്നത് കാണുന്നത്. അതുപോലെ ഇതിന് മെയിൻ അൽനയിലും കൂടിയുണ്ട് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ജുബൈൽ ഐലൻഡിലാണ്. നമ്മൾ അവിടെ എൻട്രി ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഡ്രോൺ ഷോ ആണ് കാണാൻ പറ്റിയത്. പിന്നെ അതുപോലെ ഇവിടത്തേക്ക് വരണമെങ്കിൽ ഫ്രീ എൻട്രി ആണ്, ഫ്രീ കാർ പാർക്കിങ്ങും കൂടിയാണ്. ഈവനിങ് 5:30 to 12 വരെയാണ് ഇവിടെ ടൈമിംഗ് ഉള്ളത്. മനാറിൻ്റെ അർത്ഥം വരുന്നത് വെളിച്ചം എന്നാണ് കേട്ടോ. ഇത് അബുദാബി ഗവൺമെൻറ് സംഘടിപ്പിക്കുന്ന ലൈറ്റ് ആർട്ട് ഫെസ്റ്റിവലാണ്. മനാർ അബുദാബിയുടെ ലൊക്കേഷൻസിൽ വെച്ചിട്ട് ഏറ്റവും പീസ്ഫുൾ ആയിട്ടുള്ള ലൊക്കേഷൻ കൂടിയാണ് ജുബൈൽ ഐലൻഡ്. സമയമെടുത്ത് ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ് ജുബൈൽ ഐലൻഡ്. ഇൻ്റർനാഷണൽ ആൻഡ് UAE ആർട്ടിസ്റ്റുകൾ കൂടി ചേർന്നിട്ട് തയ്യാറാക്കിയ ലൈറ്റ് ആർട്ട് വർക്കാണ് ഇവിടെ ഉള്ളത്. ഈ ഡ്രോൺ ഷോ കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്ന വഴിയാണ് ഇങ്ങനെയുള്ളത്. ഇതിനെ പറ്റിയിട്ട് എനിക്ക് കൂടുതൽ അറിയില്ല. എനിക്കൊന്ന് വാട്ടർ സ്പ്രേ ചെയ്യാൻ തോന്നുന്നു. നമുക്ക് ചില സമയത്ത് നമുക്ക് ഫ്രണ്ടിലുള്ള ഒന്നും ഈ ഒരു മൂടൽ മഞ്ഞോലോ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായില്ലേ. പക്ഷേങ്കിൽ ഇവിടെ നമുക്ക് കുട്ടികൾക്കായാലും അതുപോലെ വലിയ ആൾക്കാർക്കായാലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു പ്ലേസും കൂടിയാണ് ജുബൈൽ ഐലൻഡിലെ മനാർ അബുദാബി. ഇവിടുന്ന് ഇറങ്ങിയ ശേഷം വാക്കിംഗ് പാത്ത് ഉണ്ട്. അതിലൂടെ നമുക്ക് പോകുമ്പോൾ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമുക്ക് ഓരോരോ പ്രൊജക്ട്സ് കാണാൻ പറ്റും. സ്ലോ വാക്ക് ചെയ്ത് ഈച്ച് ആർട്ട് വർക്കും എൻജോയ് ചെയ്യാം. ഇവിടുത്തെ ലൈറ്റ്സ് ഒന്നും ബ്രൈറ്റനിങ് അല്ല കേട്ടോ, കാരണം നമ്മൾ ഐ ഫ്രണ്ട്ലി ആയിട്ടുള്ള ലൈറ്റനിങ് ആണ് ഇവിടുത്തെ എല്ലാം ഉള്ളത്. പിന്നെ ഇതൊരു ലൈറ്റ് ഷോ എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു നമ്മൾ ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് എന്നെല്ലാം പറയൂലേ, അതുപോലെയാണ്. നമ്മുടെ ഹാൻഡ് മൂവ്മെൻറ്റും നമ്മളെ പ്രസൻസും അനുസരിച്ചിട്ട് ഇവിടുത്തെ ലൈറ്റ്സ് മൂവ് ചെയ്യും കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കിഡ്സ് ഈ ലൈറ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുമ്പം കാണാം. ഈ വീഡിയോസ് കാണുമ്പോൾ തന്നെ തരും, അതായത് വലിയ ആൾക്കായാലും കിഡ്സ് ആയാലും ഒരുപോലെ ഈക്വലി എൻജോയ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഇത് സ്ക്രീനിൻ്റെ മുമ്പിൽ നമ്മൾ നിന്നാൽ നമ്മളെ ഫേസ് അവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ വീഡിയോ ആണ് കണ്ടത്. അതിനുശേഷം ഇവിടെ കുറച്ച് ടൈം ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അടുത്ത് നമ്മൾ ക്യൂ നിൽക്കണം. അതിൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് കിടന്ന ശേഷം നമ്മുടെ ഇമോഷൻസ് വെച്ചിട്ടാന്ന് തോന്നുന്നു അവിടെ ഫ്ലവർ എന്താ പറയുക കാണാൻ സാധിക്കും. അപ്പോൾ അനീസ് ഫസ്റ്റ് കിടന്ന്, അപ്പോൾ അനീസിൻ്റെ ഏതാണോ എന്നുള്ളത് ഫ്ലവർ ആ ഒരു സ്ക്രീനിൽ കാണിക്കാൻ പറ്റും. അനീസിൻ്റേതും ഏതോ ഒരു കാട്ട് ഫ്ലവറാന്ന് തോന്നുന്നു, കാണാത്തൊരു ഫ്ലവറാണ് കണ്ടിട്ടുണ്ടായി. നിങ്ങൾക്ക് ഈ ഫ്ലവറിൻ്റെ പേരറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അതിനുശേഷം ഉപ്പ കിടന്ന് ഉപ്പാൻ്റെ ഇമോഷൻ വെച്ചിട്ട് സ്ക്രീനിൽ കണ്ടത് അനീസിനെ പോലെ തന്നെയുള്ള ഏതോ കാട്ട് ഫ്ലവറാണ്. അതും നമ്മളൊന്നും കാണാത്ത ടൈപ്പ് ഒരു ഫ്ലവറാണ് കണ്ടത്. പിന്നെ ഈ സ്ക്രീനിൽ കാണിക്കുന്നത് ട്യൂലിപ്പാണ്, ഉമ്മാൻ്റെതാണ്. പിന്നെ അതിനുശേഷം സോയാൻ്റെതും എൻ്റെതും കാണിച്ചത് ഒരുപോലത്തതാണ്. നമ്മൾ രണ്ടാളും ഡാലിയ വന്നത്. പിന്നെ അവിടെ കുറച്ച് നേരം അവിടുത്തെ വേറെയും കുറേ ആർട്ട് വർക്കെല്ലാം കണ്ട് നമ്മൾ തിരിച്ചു വരാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അബുദാബിയിൽ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നിട്ട് ഇതൊന്ന് വിസിറ്റ് ചെയ്യാം. പിന്നെ ഇവിടെ കഫേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.